രാജ്യത്ത് കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഇനി മുതൽ കഫ് സിറപ്പ് കിട്ടില്ല. ശരത്ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത്ലാൽ, ഇത് ഏത് പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്? നേരത്തെ നമുക്കറിയാം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഇതുപോലെ മായം കലർന്ന കഫ് സിറപ്പ് കഴിച്ച് നിരവധി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കോൾഡ്രിഫ് എന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര്. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തടക്കം വലിയ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ. നിലവിലെ സാഹചര്യം എന്താണ്? വിവരങ്ങൾ. ശ്യാംലി, ഈ മൺസൂൺ സമയമാണ്. കേരളം അതുപോലെ തെക്കേ ഇന്ത്യയിലും അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്കും മൺസൂൺ വരികയാണ്. സ്വാഭാവികമായിട്ടും കഫ് സിറപ്പ്, അതായത് ചുമ, പനി തുടങ്ങിയ രോഗങ്ങൾ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കഫ് സിറപ്പ് കൗണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വ്യാജ കഫ് സിറപ്പുകളുടെ വിതരണത്തിന് കാരണമാക്കും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ തവണ നേരത്തെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പനക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുതൽ കൗണ്ടർ സെയിൽ, അതായത് കടകളിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കഫ് സിറപ്പ് ചോദിച്ചു വാങ്ങാൻ കഴിയില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, അതായത് കുറിപ്പിട ഉണ്ടെങ്കിൽ മാത്രമേ കഫ് സിറപ്പ് വിൽക്കാൻ കഴിയുള്ളൂ. ആ കഫ് സിറപ്പ് വിൽക്കുന്ന കഫ് സിറപ്പ് സംബന്ധിച്ചുള്ള കമ്പനികളുടെ പേരുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ലാത്ത മറ്റൊരു കഫ് സിറപ്പുകളും ഈ മെഡിക്കൽ കുറിപ്പുകളുടെ വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഫ് സിറപ്പ് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കഫ് സിറപ്പുകളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. കൗണ്ടർ സെയിലാണ് ഏറ്റവും കൂടുതൽ എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കഫ് സിറപ്പുകളുടെ കൗണ്ടർ സെയിലിംഗ് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, അത് കുറിപ്പടിയില്ലാതെ ഇനി കഫ് സിറപ്പ് ഇന്ത്യയിൽ ലഭിക്കില്ല എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാംലി.